ഇനിയെങ്കിൽ നമുക്ക് കൊച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് മലബാറിലെ ജനങ്ങൾ എന്താണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് ഈ ബജറ്റിൻ്റെ അവരുടെ പ്രതീക്ഷകൾ നിർവഹിച്ചോ എന്നൊക്കെ നമുക്കറിയാം. റിയാസ് കെ എം ആർ, എന്തൊക്കെയാണ് മലബാറിൻ്റെ തെരുവുകൾ പറയുന്നത്? അജിംഷാദ്, ഞാനിപ്പോഴുള്ളത് മലബാറിന്റെ തന്നെ തലസ്ഥാനമായ കോഴിക്കോടിന്റെ എസ് എം സ്ട്രീറ്റിനോട് ചേർന്നിട്ടുള്ള കമ്മത്ത് ലൈൻ. ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരം തൃശൂർ കഴിഞ്ഞാൽ നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കമ്മത്ത് ലൈൻ. ഈ കമ്മത്ത് ലൈനിലാണ് മേലെപ്പാളയം യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികളൊക്കെ ഉള്ളത്. ഇവിടെ ഏകോപന സമിതി പ്രസിഡന്റ് പി സുനിൽകുമാർ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് ബജറ്റിന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ, ഒപ്പം തന്നെ അല്ലെങ്കിൽ ക്ഷമിക്കണം, ബജറ്റിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവയ്ക്കാനുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു, പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ല എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ ബജറ്റിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾ കാണുന്നത്? ഈ ബഡ്ജറ്റിന് വ്യാപാര സമൂഹം വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നതാണ്. പക്ഷേ വർധനവൊന്നുമില്ലെങ്കിലും തീർത്തും നിരാശാജനകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 7 വർഷത്തിനിടയിൽ സകല മേഖലകളിലും നികുതി വർധനവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്നും പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലുള്ള നികുതി വർധനവ് ഘട്ടം ഘട്ടമായി ഈ സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലൊന്നും വർധനവില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും കുറച്ചിട്ടുമില്ല. പലതരത്തിലും ഇപ്പോൾ പെട്രോളിൻ്റെ സെസ് അത് നമുക്കറിയാം അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ചെറുകിട വ്യാപാര മേഖല ഏറെക്കാലമായി നേരിട്ടിരിക്കുന്ന ഈ ആംനസ്റ്റി, അത് ഞങ്ങൾ പലതരത്തിലും ഞാൻ തന്നെ നേരിട്ട് മന്ത്രി ബാലഗോപാൽ സാറിന് അത് കൊടുത്തതാണ് ഈ കഴിഞ്ഞ തവണ കോഴിക്കോട് വെച്ച്. അതിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചെറുകിട വ്യാപാര മേഖല GST വന്നപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആംനസ്റ്റി പദ്ധതി വ്യാപാരികൾക്ക് അത് ഒരു അദാലത്തിലൂടെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വ്യാപാര മേഖലയ്ക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അത് നടപ്പാക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രധാന ആവശ്യം. പക്ഷേ ഇന്നിപ്പോൾ അത് 50,000 രൂപ വരെയുള്ള ബാധ്യതകൾ ഒഴിവാക്കാമെന്നാണ് മന്ത്രി ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് അതുമാത്രം പോരാ. ഈ വ്യാപാര മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നികുതിയുമായി ബന്ധപ്പെട്ട് കേസുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വ്യാപാരികൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർക്ക് മൊത്തത്തിൽ ആശ്വാസമാകുന്ന പദ്ധതി നമുക്ക് വരുത്താമായിരുന്നു, കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തീർത്തും 50,000 വരെയുള്ളവർക്ക് അത് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ തഴയപ്പെടുകയാണ്. അപ്പം ഒരു കാര്യങ്ങളും തീർത്തും പഠിക്കാതെയാണ് ഇന്ന് കേരളത്തിലെ ബഡ്ജറ്റിൽ ഇന്ന് മന്ത്രി അത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, അതുപോലെ തന്നെ അവിടെയൊക്കെ ബഡ്ജറ്റുകളുണ്ട് പലതരത്തിലുള്ളത്. ജനങ്ങൾക്ക് പ്രഹരമേൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സകല മേഖലകളിലും എല്ലാ വിധത്തിലും സാധാരണക്കാർക്ക് ജീവിക്കാൻ, ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ള ഒരു രീതിയിലാണ് കേരളം എത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ബജറ്റ് തീർത്തും നിരാശാജനകമാണ്. മറ്റൊന്ന്, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്, നിർദ്ദേശങ്ങളില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, അത് ഒരു ആശ്വാസം തന്നെയില്ല. ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ 50,000 രൂപ വരെയുള്ളവർക്ക് നികുതി ഇളവ് നൽകുന്നു എന്നുള്ളത് കൂടാതെ കേന്ദ്ര ഫണ്ടിന്റെ അപര്യാപ്തത ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്നുകൂടി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേന്ദ്രം കൃത്യമായി ഫണ്ട് നൽകാതെ എങ്ങനെ സംസ്ഥാനത്തിന് പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖല, ഇന്ന് കേരളത്തിൽ ആഭരണ മേഖല കേരളത്തിൽ 5% GSTക്ക് മുമ്പ് 5% ഞങ്ങളുടെ ടാക്സ്. GST വന്നപ്പോൾ അത് 3% നിജപ്പെടുത്തി. പക്ഷേ ഈ 3%-ൽ 1.5% നമ്മുടെ സ്റ്റേറ്റിനും 1.5% സെൻട്രൽ ഗവൺമെന്റുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാര മേഖലയിൽ മാന്ദ്യങ്ങളുണ്ടെങ്കിലും വ്യാപാരികൾ കൃത്യമായി നികുതി അടച്ച് വ്യാപാരം ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നികുതിയല്ല പ്രശ്നം. പലതരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ബഡ്ജറ്റ് വന്നു. അതിൽ ഞങ്ങൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ കേന്ദ്രമന്ത്രിക്ക് ഞങ്ങൾ ഒരു നിവേദനം കൊടുത്തിരുന്നു. അതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ ഇറക്കുമതി ചുങ്കം അത് 15%, 10%-ൽ നിന്ന് 15% സെസ് അടക്കം ഇന്ന് കേന്ദ്ര സർക്കാർ പിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 6% ആക്കിയാൽ ഈ മേഖലയിൽ വ്യാപാരം വർദ്ധിക്കുകയും നികുതി വർധന ഉണ്ടാവുകയും
അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു നിവേദനം നൽകിയിരുന്നു. പക്ഷേ അതും നടപ്പാക്കില്ല. അതും ഈ ബഡ്ജറ്റ് പോലെ തന്നെ അതും വ്യാപാരികൾക്ക് പ്രഹരമാകുന്ന രീതിയിൽ വ്യാപാര മേഖലയ്ക്ക് ആകെ പിന്നെ ഉയർന്ന് ചിന്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്ന് പുരോഗതിയിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള നയങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്രത്തിന്റെ ആയാലും കേരളത്തിന്റെ ആയാലും. ഇവിടെ നമ്മുടെ കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നികുതി വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, നികുതി കുടിശ്ശികകൾ ലഭിക്കാനുണ്ട്, ഇത്തരത്തിലൊരു ആരോപണങ്ങളുണ്ട്. അതേ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കൂ. അത് വളരെ കർക്കശമായി പിരിച്ചെടുക്കാൻ വേണ്ട നടപടികൾ ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. കാരണം തോമസ് ഐസക്കിന്റെ കാലം മുതൽ എന്തോ ചോദ്യം ഒരിക്കൽ കൂടി, അതായത് റിയാസ്, ഈ സ്വർണ്ണ കുടിശ്ശിക ഏതാണ്ട് 20,000 കോടിയിലധികം സ്വർണ്ണ വ്യാപാരമുണ്ട്. ഇതൊന്നും കണക്കിൽ വരുന്നില്ല. അതിൻ്റെയൊക്കെ നികുതി യഥാക്രമം രേഖപ്പെടുത്തുന്നില്ല. അതിന് കൂടുതൽ കർക്കശമായ മാർഗം സ്വീകരിക്കേണ്ടി വരും. കാലാകാലങ്ങളായി സർക്കാരിന് മുമ്പിലേക്ക് വെക്കുന്ന ആവശ്യമാണിത്. അപ്പോൾ അതിനുള്ള ഒരു നല്ല പരിഹാരം, നികുതി പിരിവ്, ഇതിലെ വെട്ടിപ്പുകളൊക്കെ തടയുന്നതിന് ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ ബജറ്റിലുണ്ടോ, അല്ലെങ്കിൽ അത്തരം വേണമോ? അത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ. തീർച്ചയായും സുനിൽകുമാർ, താങ്കൾ ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഈ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് താങ്കളോട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അജിംഷാദ് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്നൊരു ആരോപണം സ്വർണ്ണ വ്യാപാരികൾ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് നികുതി പിരിവ് കൃത്യമാക്കാനുള്ള സംവിധാനം വേണമെന്ന് നിങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ബജറ്റിൽ? അത് ശരിയായ രീതിയിൽ അത് പിരിച്ചെടുക്കപ്പെടേണ്ട കാര്യമല്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായും സ്വർണ്ണാഭരണ മേഖലയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് സ്വർണ്ണാഭരണ മേഖലയിലുള്ള ചെറുകിടക്കാരോ അല്ലെങ്കിൽ മാന്യമായി കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അല്ല ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അനധികൃത സോഴ്സിലൂടെ കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുവന്ന് അത് പിന്നെ വളരെ സ്വകാര്യമായി ഒരു നിർമ്മാണ കമ്പനിയൊക്കെ വെച്ച് അത് പുറത്തേക്ക് എത്തിച്ച് ജനങ്ങളിലേക്ക് ഈ നികുതി വെട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ മാധ്യമങ്ങളൊക്കെ അത് അറിയുന്നതാണ് ആ കാര്യം. 0% കൂലി വെച്ചിട്ട് ഇന്ന് സ്വർണ്ണാഭരണം വിൽപ്പന നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 0% വെച്ചിട്ട് ഒരിക്കലും സ്വർണ്ണാഭരണം വിപണനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാരണം കൂലി കൊടുത്താണ് ഞങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോഴാണ് ഒരു വിഭാഗം പറയുന്നത് കൂലി ഇല്ലാതെ തരാണ്. അപ്പോൾ ഈ വിഷയം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സൂചിപ്പിച്ച ഈ അനധികൃത സ്വർണം ഇറക്കുമതി അല്ലെങ്കിൽ കള്ളക്കടത്തിലൂടെ ഒക്കെയാണ് ഇന്ന് ഈ ഒരു രംഗത്തെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഇവരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനാണ് ഞങ്ങൾ കേന്ദ്രത്തിനോടും ഈ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുവാനും കേരളത്തിൽ അതുപോലെ വ്യാപാരികളുമായി ചർച്ച ചെയ്ത് ഈ ആംനസ്റ്റി പോലുള്ള പദ്ധതികൾ, അത് വ്യാപാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്ന പദ്ധതികളൊക്കെ വ്യാപാര മേഖലയുമായിട്ട് സർക്കാരുകൾ കേന്ദ്രമായാലും കേരളമായാലും കാര്യക്ഷമമായ ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ആവശ്യങ്ങൾ പലതവണ ഞങ്ങൾ പലതരത്തിലുള്ള നിവേദനത്തിലൂടെ സർക്കാരുകളെ അറിയിക്കാറുണ്ട്. ഈ സ്വർണ്ണ വ്യാപാര രംഗത്തെ നികുതി കുറച്ചതുകൊണ്ട് ഇത്തരം വെട്ടിപ്പുകൾ തടയാൻ പറ്റുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇറക്കുമതി ചുങ്കം ഈ 6% ഇന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനോട്. തീർച്ചയായും റിയാസ്, നമുക്ക് കൂടുതൽ പേരിലേക്ക് കൂടി പ്രതികരണങ്ങൾ വ്യാപിപ്പിക്കാം. കാരണം ഈ വ്യാപാരികൾക്ക്, വീട്ടമ്മമാർക്ക്, സാധാരണക്കാർക്ക് ഒക്കെയും ഈ ബജറ്റ് ഏതൊക്കെ തരത്തിലാണ്? കാരണം മറ്റ് നികുതി വർധനവുകളോ വിലക്കയറ്റങ്ങളോ ഒന്നുമില്ല. ലിറ്ററിന് 10 രൂപ മദ്യത്തിന് കൂടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും കാര്യമായ മറ്റ് ഇല്ല, വൈദ്യുതി ബില്ല് അടക്കമുള്ളവയുടെ വർധന സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല, അധിക ഭാരമില്ല. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് ഈ എൻവയോൺമെൻറ്റൽ ബജറ്റ് എന്ന അർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ സംബന്ധിയായ ശ്രമവും അവിടെ നടക്കുന്നുണ്ട്.